നമസ്തേ. ഈ വീഡിയോയിൽ വ്യാഴദശാസന്ധി സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയെ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും നിർമ്മാല്യ ദർശനത്തോടു കൂടി ക്ഷേത്ര ദർശനം, കൂടാതെ തുളസിമാല, തൃക്കൈവെണ്ണ, അർച്ചന, അഷ്ടോത്തരാർച്ചന, പാൽപ്പായസം, ഇങ്ങനെയൊക്കെയുള്ള യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകൾ നമുക്ക് ചെയ്യാം. അത് കൂടാതെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ്. ഭഗവാന് ഏറ്റവും കൂടുതൽ പ്രീതികരണവും ഇഷ്ടവും എന്നൊക്കെ പറയുന്നത് അന്നദാനമാണ്. ഇന്നത്തെ കാലത്ത് അന്നദാനം എല്ലാ മഹാക്ഷേത്രങ്ങളിലും നിത്യവും ഉണ്ട്. അർഹതപ്പെട്ട വ്യക്തികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം വളരെ സംശയമാണ്. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിൽ രാവിലെ, അതായത് തലേ ദിവസം വ്രതം നിന്നതിന് ശേഷം നമ്മൾ ഈ വ്യാഴാഴ്ച ദിവസം രാവിലത്തെ നിർമ്മാല്യത്തോടു കൂടി നമ്മുടെ ക്ഷേത്ര ദർശനം ആരംഭിക്കുകയും നമ്മുടെ പൂജാകാര്യങ്ങൾ സ്വയം നമ്മൾ തന്നെ പൂജകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളുടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം ഭഗവാന്റെ അടുത്തോട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ യഥാശക്തി അനുസരിച്ചുള്ള കാര്യങ്ങൾ, വഴിപാടുകൾ നമ്മൾ ചെയ്യുകയും, അതുകൂടാതെ അന്നത്തെ ദിവസം ഒരു ഉച്ചഭക്ഷണം എന്ന നിലയിൽ ഒരു 5 പേർക്കോ അല്ലെങ്കിൽ 10 പേർക്കോ ആഹാരം കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യം. അതും ഈ അന്നദാനം എന്ന് പറയുന്നത് സുഖമില്ലാതെയൊക്കെ ഹോസ്പിറ്റല്, അതായത് കൊല്ലാശുപത്രി, ഈ ഗവൺമെൻറ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സുഖമില്ലാതെ കിടക്കുന്ന, അത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതും ആരും തിരിഞ്ഞു പോലും നോക്കാതെ കിടക്കുന്ന വ്യക്തികൾക്കും ഒക്കെയാണ് നമ്മൾ ശരിക്കും അന്നദാനം കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ വല്ലതും അറിയാവുന്നെങ്കിലോ, അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒരു 10 പൊതി അല്ലെങ്കിൽ ഒരു 5 പൊതി ചോറ് നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങളുടെ കൈകൊണ്ട് അവിടെ ചെന്ന് അവർക്ക് കൊടുക്കുക. അത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ആഹാരം അവർക്ക് വാരി കൊടുക്കത്തക്ക രീതിയിലുള്ള സമ്പ്രദായങ്ങൾ നോക്കുക. കൂടാതെ അവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം അവർക്ക് സമാധാന വാക്കുകൾ പറയുക. അങ്ങനെയൊക്കെയുള്ള പൂജകൾ ചെയ്യുന്നത് അതുമൊക്കെ പൂജയ്ക്കകത്തുള്ളതാണ്. ഈ സൽപ്രവൃത്തി എന്ന് പറയുന്ന പൂജയ്ക്കകത്ത് പെടുന്ന കാര്യങ്ങളാണ് ഈ സഹായങ്ങൾ എന്ന് പറയുന്നത്. സഹായങ്ങളിൽ ഏറ്റവും ധർമ്മപരവും ശ്രേഷ്ഠവും ഒരിക്കലും മറക്കാത്ത ഒരു വഴിപാട് എന്നുള്ളത് ഈ അന്നദാനം തന്നെയാണ്. ഈ ശനിയായിട്ട് ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ആളുകൾ പോലും ശ്രീധർമ്മശാസ്താവിൻ്റെ അടുത്ത് പോയാൽ പോലും എന്താണ് അവിടെ ചെയ്യുന്നത്? 41 കണ്ടിട്ടില്ലേ? മൊത്തവും കഞ്ഞിയും മുതിരയും അല്ലെങ്കിൽ കഞ്ഞിയും കൂട്ടുകറിയും, ഇതൊക്കെ അന്നദാനം കൊടുക്കുന്നതിൻ്റെയൊക്കെ മെയിൻ ഉദ്ദേശം എന്താ? പ്രത്യേകിച്ച് അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് അന്നദാന പ്രഭുവും കൂടിയാണ്. അതുകൂടാതെ അദ്ദേഹം ഒരു മഹാവൈദ്യനും കൂടെ. എത്ര വിട്ടുമാറാത്ത രോഗങ്ങളുണ്ടെങ്കിൽ പോലും ശ്രീധർമ്മശാസ്താവിനെ മനസ്സുകൊണ്ട് ഭജിച്ചും, അതേപോലെ തന്നെ ഈ വ്യാഴത്തെയും ധരീന്ദ്രദേവനായി നിൽക്കുന്ന മഹാവിഷ്ണുവും കൃഷ്ണനും എല്ലാം വ്യാഴ ആധിപത്യത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരേപോലെ, അതായത് ഒരു മനുഷ്യന് ഒരേ സമയത്ത് 2 ദശ എന്തായാലും വരത്തില്ല, ഒരു ദശയെ വരുത്തുള്ളൂ. പക്ഷേ എങ്കിലും ഈക്വലാവുന്ന രീതിയിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും, അത് ഓരോന്നിനും ഓരോ ജോലിയുടേതായിട്ടുള്ള കാര്യങ്ങളിലും, ഭവന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലും, അല്ലെങ്കിൽ അത് പണി നടന്നുകൊണ്ടിരിക്കുന്ന പണിയിടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി, അത് മുമ്പോട്ട് നടക്കുന്നില്ല, അതിൻ്റെ കാലക്കേട്. അപ്പോൾ എന്ത് കാര്യങ്ങൾക്കായാലും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ഉചിതം തന്നെയാണ്. ഈ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുന്നത് ഉചിതം തന്നെ. ഇവർ രണ്ടുപേരും പരമാർത്ഥമായി സത്യത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽപ്പെടുത്താം. കാരണം ഒരാൾ രക്ഷപ്പെടാനും ഒരാൾ നശിക്കാനും ഇവർ രണ്ടുപേരും വിചാരിച്ചാൽ നടക്കും. ആ രീതിയിലുള്ള ശക്തി വൈഭവരമായിട്ടുള്ള സാന്നിധ്യം ഈ 2 ദേവന്മാർക്കും ഉണ്ട്, കൃഷ്ണനുമുണ്ട് ശാസ്താവിനുമുണ്ട്. അപ്പം ശാസ്താവിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അന്നദാനം,
അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതും അർഹതപ്പെടുന്ന വ്യക്തികൾക്കായിരിക്കണം. തീരെ വയ്യാഴ്മയായിട്ട് നടക്കാൻ പോലും വയ്യാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് പോയി കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ കാലക്കേടുകൾ അതിൽ നിന്നൊക്കെ അങ്ങ് മാറും. നമ്മൾ ആഹാരം ഒരിടത്ത് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനകത്തൊന്നും അല്ല അന്നദാനം എന്ന് പറയുന്നത്. നമുക്ക് അർഹതപ്പെടുന്നവരിൽ കൊണ്ടുവന്ന് എത്തിക്കണം. അപ്പോൾ കുറേയൊക്കെ നമ്മൾ നടന്നും അലഞ്ഞും ഇച്ചിരി ബുദ്ധിമുട്ടുകൾ നമ്മളും അങ്ങ് ഈ സഹിക്കേണ്ടി വരും. അങ്ങനെ സഹിച്ച് ഈ കാലനായിട്ട് കൂടെ നിൽക്കുന്ന ആ ആ ഒരു കാലരൂപത്തിന് പോലും സങ്കടം തോന്നണം. കഷ്ടമായിപ്പോയി, ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ട് പോലും ഇതൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ എന്നൊരു തോന്നൽ ആ കാലന് പോലും തോന്നണം. അങ്ങനെ ആ കഷ്ടപ്പാടിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മൾ ചെയ്യുന്ന സേവനം ഈശ്വര സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവുമില്ല, അതിലൊരു സംശയവുമില്ല. കാരണം എന്താ, നമ്മൾ അലഞ്ഞ് നമ്മൾ വെയിൽ കൊണ്ടും മഴ നനഞ്ഞും നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ്. അതുകൂടാതെ അന്നത്തെ ദിനം വൈകിട്ട് ദീപാരാധനയ്ക്ക് ക്ഷേത്രത്തിൽ ചെല്ലുകയും ആ ദീപാരാധനയ്ക്ക് വാതിൽ തുറക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം, ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ളൊരു സൽപ്രവൃത്തികൾ ഞാൻ ചെയ്തു ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു ദിവസത്തെ പൂജയിൽ വരുന്ന കാര്യങ്ങൾ ഇതല്ല. ക്ഷേത്ര ദർശനം മാത്രം പോരാ, ക്ഷേത്രത്തിലെ ധർമ്മങ്ങളും കൂടെ നമ്മൾ പുറത്തു പോയി അത് ചെയ്യണം. അതിന് കൊല്ല ആശുപത്രി എന്നല്ല, നിങ്ങൾക്ക് അറിയപ്പെടുന്ന എവിടെയൊക്കെയാണോ ആ അർഹതപ്പെടുന്ന വ്യക്തികളുള്ളത് അവിടെ എല്ലാം ചെല്ലാം. അത് അവരവരുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ച് അതിൻ്റെ എണ്ണവും കൂട്ടാം. കുറച്ച് സാമൂഹ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ സഹായിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സേവനങ്ങൾ പോയി ചെയ്തു കൊടുക്കുന്നതും എല്ലാം നമ്മുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും അല്ല എന്നൊരു ബോധത്തോടു കൂടി നമുക്ക് അത് ചെയ്യുന്ന കർമ്മത്തിൽ ഒരു പൂജയായിട്ട് സങ്കല്പിച്ച് നമ്മൾ അത് കൂടാതെ ഒരു സേവനമായിട്ട് കണ്ടുകൊണ്ട് ചെയ്തു നോക്കിയേ നിങ്ങൾ അനുഭവിക്കുന്ന ഒന്നും ഒരു വിഷമമല്ലാതെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളെക്കാൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് ഈ നാട്ടിൽ. നമ്മൾ ഒരു ദിവസം തന്നെ ട്രിവാൻഡ്രത്തെ RCCയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ഒന്ന് കറങ്ങിയിട്ടൊന്ന് വന്നാൽ നമ്മൾ മനസ്സിലാക്കും ഈശ്വരൻ എവിടെയാണ് എന്നുള്ളത്. അപ്പോഴത്തേക്കും ഒരു മനുഷ്യൻ്റെ അഹങ്കാരങ്ങളും എല്ലാം അവിടെ തീരും. അവിടെ പോയി സ്ഥലം കണ്ടിട്ട് വരാനാണെന്നുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ പൂജ എന്ന് പറയുന്നതിനകത്ത് ഒരാൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കർമ്മങ്ങളും കൂടെ നമ്മൾ ചെയ്യണം. എന്നിട്ട് പോയി ആരാധന നടക്കുന്നതിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ അവിടെ നിന്ന് തീർച്ചയായിട്ടും ആ പ്രസൻസ് നമുക്ക് കിട്ടും. ആ കിട്ടുന്ന പ്രസൻസും അത് പിന്നീട് ഒരിക്കലും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം എന്താ, അദ്ദേഹം മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു വിടും. നമ്മൾ ഈ കഴിക്കാൻ എടുക്കുന്ന ഭക്ഷണങ്ങൾ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തരിമണി പോലും നമ്മൾ തറയിൽ വീഴല്ലേ എന്ന് പറഞ്ഞ് നോക്കിയാൽ പോലും വീഴും. അതിൻ്റെ കാരണം എന്താ, നമ്മൾ അറിഞ്ഞ് ഇന്നവരെ ഈ ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടോ പണ്ടുള്ളവർ ചെയ്യും, കഴിക്കുന്ന സമയത്ത് ഒരു ഇളയെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് വെക്കും, അത് കാക്ക വന്ന് കൊത്തി കഴിക്കും. ഈ തറയിൽ കൂടി എഴഞ്ഞ് നടക്കുന്ന ഉറുമ്പുകൾക്ക് മറ്റ് കണ്ണിൽ കാണാത്ത ജീവജാലങ്ങൾക്ക് പോലും ഭക്ഷണമില്ല. അപ്പോൾ അതിനെല്ലാം വേണ്ടി സങ്കല്പിച്ചിട്ടാണ് ഹോമങ്ങൾ ചെയ്യാൻ നേരത്ത് പോലും ഈ അല്പഹോമം ഉണ്ടതിനകത്ത് അല്പം തട്ടി തറയിൽ വീഴുന്നതിൻ്റെ കാരണം. ഇതെല്ലാം അവർക്കും കൂടെ ഉള്ളതാണ് ഇതിനകത്തുനിന്ന്. അപ്പോൾ ഈ വ്യാഴം എന്ന് പറയുന്ന വിഷ്ണുവിന്, ആ ഭഗവാന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അന്നദാനം കൊടുക്കുന്നതും അർഹതപ്പെടുന്നവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നതും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നതും എല്ലാം ഭഗവാന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൂടാതെ ശബരിമല ശ്രീധർമ്മശാസ്താവിനും എത്ര കണ്ടിനി ശനി പിടിച്ച് നിന്ന് പറഞ്ഞാലും നമ്മൾ അന്നം കൊടുക്കുക. അതേപോലെ തന്നെ നീരാഞ്ജനം 10 മണിക്ക് ശേഷം 12 മണിക്കും വൈകിട്ടും ഒന്നുമല്ല നീരാഞ്ജനം കത്തിക്കണ്ടേ. നീരാഞ്ജനം അത് എപ്പോഴാണ്,
6:45 മുമ്പേ ആ അഞ്ജനപരമായി നിൽക്കുന്ന മേഘത്തിൻ്റെ ആ ദൃഷ്ടി അഞ്ജന കണ്ണോടുകൂടി നിൽക്കുന്ന ആ സമയത്തായിരിക്കണം നീരാഞ്ജനം കത്തിക്കേണ്ടത്. ആ സമയത്തും ഭഗവാന്റെ നിർമ്മാല്യം കണ്ട് തൊഴുതിട്ട് അത് കത്തിച്ച് ഇരു കൈകൾ കൊണ്ട് അതിനെ തലോടി 3 പ്രാവശ്യം തലോടി ക്ഷേത്രപ്രദക്ഷിണവും ചെയ്ത് ആ ചൂട് നമ്മുടെ ശരീരത്തിലും മനസ്സിലും കൈകൊണ്ട് തിരിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് സ്പർശിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം അവിടെ നിന്നിറങ്ങാൻ. അതിൻ്റെ തിലകം നീരാഞ്ജനം കത്തിച്ചിട്ട് അതിൻ്റെ തിലകം എടുത്ത് മിക്ക ആളുകളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുനെറ്റിയുടെ നടുമധ്യഭാഗത്തായിടുന്നത്. യഥാർത്ഥത്തിൽ ആ കരി ഇടേണ്ടതെന്ന് പറയുന്നത് ഇരു പിരുവങ്ങളുടെ മധ്യഭാഗത്തായിട്ട് വേണം മോതിരവിരൽ കൊണ്ടൊരല്പം തൊടാനായിട്ട്. അപ്പോൾ കൃത്യപരമായിട്ട് നമ്മൾ നീരാഞ്ജനമൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഇച്ചിരി എള്ള് അവിടുത്തെ ഏത് ഭഗവാനായാലും ശാസ്താവിൻ്റെ വിഗ്രഹമുള്ള ക്ഷേത്രങ്ങളിൽ ശകല എള്ള് കൊണ്ടുവന്ന് കൊടുക്കുന്നത്, നിവേദ്യത്തിന് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കദളിപ്പഴം മേടിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നെയ്യ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. തേൻ, ഇതൊക്കെ അഭിഷേകത്തിന് ഭഗവാൻ ഉപയോഗിക്കാം. നല്ല ഒരു ഗ്ലാസ് പാൽ, പശുവും പാൽ കിട്ടിയാൽ അതായാലും മതി. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളൊരു കുഞ്ഞിനെ കാണാൻ ചെല്ലാൻ നേരത്ത് നമ്മൾ കയ്യും വീശി പോയാൽ അതിന് ഈ പറഞ്ഞ കണക്ക് അതിന് നമ്മളുടെ അടുത്തൊരു നീരസം പോലെ കാണിക്കും. നേരെ മറിച്ച് ഒരു മധുരമുള്ളൊരു ഇത് കൊടുത്തു നോക്കി അതിന് ഒരു പരിചയം പോലും ഇല്ലെങ്കിലും അതിൻ്റെ ആ സ്നേഹം നമ്മളിലേക്ക് കാണിക്കും. എന്ന് പറഞ്ഞ കണക്ക് ഈശ്വരന്മാർ ഇനി ഏത് ജഗസ്വരൂപന്മാരെ കാണാൻ പോയാലും ശരി തന്നെ, അവരെല്ലാം ഇടിവെട്ടുന്ന ദൈവങ്ങൾ. അവരുടെ മുമ്പിൽ പോയി നമ്മൾ പടക്കം പൊട്ടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പം നമ്മൾ ഇല്ലായ്മക്കാരാ. ആ ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഒരു മനസ്സന്തോഷത്തോടു കൂടി എവിടെ പോകാമെന്ന് ചോദിച്ചാൽ ക്ഷേത്രത്തിൽ പോകാമെന്ന് പറയണം. അല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുമെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയി ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന കാലഘട്ടവും കൂടിയായത്. അപ്പോൾ ക്ഷേത്ര ദർശനത്തിന് അതിൻ്റേതായിട്ടുള്ള തനിമയുണ്ട്. അപ്പം അത് മാനിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് എടുക്കുന്ന ഒരു ഒരു എയിമാണ്, ഞാൻ ഇന്ന പൂജ ഞാൻ വ്രതത്തോടു കൂടി നിന്ന് ചെയ്യാൻ പോവുകയാണ്. ആ പൂജയോടനുബന്ധമായിട്ട് ഞാൻ ക്ഷേത്രത്തിൽ രാവിലെ പോകും, ഇതിനകണക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് ഭക്ഷണം പാകം ചെയ്ത് ഇന്ന ആളുകൾക്ക് എൻ്റെ കൈകളാൽ കൊണ്ടുവന്ന് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഭഗവാനെ കാണാനായിട്ട് ചെല്ലും. അവിടുത്തെ യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകൾ ഞാൻ നടത്തി പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് അത്താഴപൂജയും കണ്ട് പ്രസാദവും വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്ന് കയറി അതോടുകൂടി ആ പൂജ അവിടെ തീരുക. പിന്നെ എത്ര വിഷമസ്ഥിതികൾ വരുന്ന സമയങ്ങളിലായാലും ഈ ചെയ്ത കാര്യം ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം മതി, വിഷമങ്ങളെല്ലാം അവിടുന്ന് മാറും. ഒരു 10,000, 30,000, 50,000 രൂപ ചിലവാക്കി പൂജ നടത്തിയതിന് തുല്യമാണ് 10 പേർക്ക് ആഹാരം കൊടുത്താൽ കിട്ടുന്ന സന്തോഷം. അതും അർഹതയുള്ളവർക്കായിരിക്കണം. അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് വിളമ്പി വരുന്നതും പോകുന്നതിനും എല്ലാം വാരി കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. അർഹതപ്പെടുന്നവർക്കായിരിക്കണം. അതേപോലെ തന്നെ ശാസ്താവിനും എള്ളുപായസം, നീരാഞ്ജനം ഇതൊക്കെ വ്രതത്തോടുകൂടി നിന്ന് ശനിയാഴ്ച ദിവസം രാവിലെ 6:45 മുമ്പേ പോയി ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്ക്. ഇനി എത്ര വലിയ ദോഷമാണ്, നമ്മളുടെ വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് വന്നിരിക്കും. കാരണം ഈ തരം കർമ്മങ്ങൾ ചെയ്യുന്നത് അവരവർ തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾ കുറ്റം പറയുകയോ ഇല്ല. അപ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിരുത്തി മനസ്സിലാക്കി ഒരു തവണ പോയി ചെയ്ത്, അപ്പോൾ അത് ചെയ്യാൻ പറ്റാതായിട്ടുള്ള കാര്യം അടുത്ത പ്രാവശ്യം പോയി ചെയ്ത് അങ്ങനെ വന്ന് കഴിയാൻ നേരത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുഭൂതനായിട്ട് മാറും. പിന്നെ ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഏത് ശനിയായാലും ഏത് ഗുളിയനായാലും ഏത് സർപ്പമായാലും ഇതൊന്നും അല്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ചേര ഇഴഞ്ഞു വന്നാൽ നമ്മൾ പറയും അത് മണ്ണാർശാലയിൽ നിന്ന് വന്ന സർപ്പമെന്ന് പറയും. അതും കണ്ട് തൊഴുത്
മാറി ഇങ്ങനെ നിൽക്കും. കാരണം എന്താ, അത്രത്തോളം ടെൻഷനും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. നേരെ മറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരാൻ നേരത്ത് ഒറിജിനൽ സർപ്പത്തെ കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ അതങ്ങനെ ആയിരിക്കണം. നമ്മൾ ഏത് വഴിപാടുകളും ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും നമ്മൾ സ്വയം ചെയ്ത് നമ്മൾ അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ ശക്തിയും അതിൻ്റെ ചൈതന്യവും നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ ഹൃദയഭാഗത്തെ ശ്രീകോവിലിനകത്ത് കുടിയിരുത്തി വച്ചേക്കണം. കാരണം ഈ ഒരു ജന്മം മനുഷ്യജന്മമായിട്ട് വന്നു, അടുത്തത് പിന്നീടുള്ള കാര്യങ്ങൾ എന്തുവാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പൂർവികരായാലും പോയിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ പോയതിന് ശേഷം ഞാൻ ഇങ്ങനെ ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാം സാങ്കല്പിക കഥാപാത്രങ്ങളാണ് പിന്നീടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉള്ള നാൾ സന്തോഷപരമായിട്ട് സമാധാനപരമായിട്ട് ഇത്തരം പൂജകൾ സ്വയം ഏറ്റെടുത്ത് സ്വയം മനസ്സാൽ വൃത്തിയായിട്ടും കൃത്യനിഷ്ഠയായിട്ടും ചെയ്ത് അവനവൻ്റെ ആരൂഢങ്ങളും എല്ലാം വൃത്തിയാക്കി ഇതേന്നും പറഞ്ഞ് ഒരു നിയോഗപരമായിട്ടൊന്ന് ഇറങ്ങിത്തിരിക്കും. തീർച്ചയായിട്ടും ഏത് ശനിയായാലും നീ എത്ര വലിയ ദോഷങ്ങളായാലും അത് ഓടിപ്പോകുന്ന വഴി നമ്മൾ പോലും അറിയത്തില്ല. അതാണ് ഈശ്വരനും നമ്മളും തമ്മിൽ അടുക്കെ നമുക്കുണ്ടാകുന്ന ഓരോ വെളിപാടുകൾ. നമുക്ക് ആ സമയങ്ങളിലേ നേരിടാൻ പറ്റത്തുള്ളൂ. അത് എനിക്ക് കിട്ടുന്ന കണക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, നിങ്ങൾ ചെയ്യുന്ന കണക്ക് മറ്റൊരാൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ആരെയും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് അവരവർ ചെയ്യുന്ന നല്ലതാണ് എന്നൊരു തോന്നലുണ്ടെങ്കിൽ മുമ്പോട്ട് തന്നെ പോയി വെക്കണം. തിരിഞ്ഞോട്ട് നോക്കിയേ ചെയ്യലും ആരുടെയൊരു അഭിപ്രായം ചോദിക്കുകയും ചെയ്യലും. അഭിപ്രായങ്ങൾ പറയാൻ ധാരാളം ആളുകൾ വരും. ഒരു ഗുണവുമില്ല മണവുമില്ല, എങ്കിലും വന്ന് നിന്നുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ആ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ചിന്തിച്ചുകൊണ്ടങ്ങ് മുമ്പോട്ട് പോയാൽ ഇതൊന്നും ഒരു പ്രശ്നങ്ങളല്ല. അപ്പോൾ ജോലികൾ കൃത്യമായിട്ട് ചെയ്യാം, പഠിക്കേണ്ട കുട്ടികൾക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കാം, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുതിയ ഐഡിയകൾ ഉപയോഗിച്ച് ബിസിനസ്സിലോട്ടിറങ്ങാം. അപ്പോൾ എപ്പോഴും സന്തോഷഭാവത്തോടു കൂടിയും മനസമാധാനം ഇങ്ങനെയുള്ള ക്രിയകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പൂജകളിലോട്ട് പോകുന്നത്. ദൂരെ ഓരോ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നതും എല്ലാം തൊട്ടടുത്ത മുല്ലയ്ക്ക് മണമില്ലാത്ത രീതിയിൽ കൂടെയാണ് ഓടി നടന്നതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങൾ സ്വയം ഒന്ന് ചെയ്തു നോക്ക്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ആ ചെയ്തത് ഇച്ചിരി നേരത്തെ, അല്ല ഈ കേട്ട കാര്യങ്ങൾ ഇച്ചിരി നേരത്തെ നമ്മളൊന്ന് ചെയ്തു തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം പച്ച പിടിച്ച് പോകാമായിട്ടൊന്നും. ഞാനിത് ഇപ്പോഴീ അടുത്ത സമയത്താണ് ഇത്തരം കാര്യങ്ങൾ ഈ വീഡിയോ വഴി പറയാൻ തുടങ്ങിയത്. എന്നെ അറിയാവുന്ന വ്യക്തികൾക്കറിയാം, ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇന്നലെയൊന്നുമല്ല കുറേ നാളുകൾ കൊണ്ടേ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഗുണഗതികളൊക്കെ കൊണ്ട് അത് വന്ന് പറയുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇതൊക്കെ ധൈര്യമായിട്ടിരുന്ന് പറയാനും നമുക്കിങ്ങനൊരു ആശയം തന്നെ നമ്മുടെ മനസ്സിൽ വന്നതുപോലും. അപ്പോൾ ഇതൊക്കെ ഒരു ദൈവനിയോഗമാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും കൂടെ എനിക്കൊരു സാഹചര്യം വന്നു എന്നുള്ളത് ഞാൻ സത്യത്തിൽ വളരെ സന്തോഷവാനാണ്. ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണവും ഇത് ഒരാൾ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള അനുഭവം നേരിട്ട് വന്ന് കണ്ട് പറഞ്ഞപ്പോഴാണ് എനിക്കത് സന്തോഷം തോന്നി. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പൂജാവിധാനം ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത്.